എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഒരു ദിവസം തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡിലൂടെ ഞാൻ നടക്കുകയായിരുന്നു. അവിടെ ഒരു വയോധികൻ ഭിക്ഷ ചോദിച്ചുകൊണ്ടിരുന്നു. പലരും അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ കടന്നുപോയി. ചിലർ ചെറിയ നാണയങ്ങൾ നൽകി, ചിലർ കൈവീശി ഒഴിവാക്കി. ഞാൻ കുറച്ചു നേരം അദ്ദേഹത്തെ നിരീക്ഷിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് ആളുകളോട് സംസാരിക്കുന്നു, ചിലപ്പോൾ നന്ദി പറയുന്നു, ചിലപ്പോൾ നിരാശപ്പെടുന്നു. പക്ഷേ അടുത്ത ആളിൻ്റെ മുന്നിൽ വീണ്ടും കൈ നീട്ടുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. നമ്മൾ എത്ര ചെറുതായി കാണാൻ ശ്രമിച്ചാലും ആ മനുഷ്യനും ഒരു രീതിയിൽ സമ്പാദിക്കുകയാണ്. അയാളുടെ രീതി നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് വേറെ കാര്യം. പക്ഷെ ജീവിക്കാൻ വേണ്ടി അയാളും ഓരോ ദിവസവും എന്തെങ്കിലും നേടാൻ ശ്രമിക്കുന്നു. ഈ സംഭവം ഭിക്ഷയെ മഹത്വവൽക്കരിക്കുന്നതല്ല, പക്ഷെ അത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നു. ലോകത്ത് ഒന്നും ചെയ്യാതെ ഒന്നും ലഭിക്കില്ല. രീതികൾ വ്യത്യസ്തമായിരിക്കും. ഒരു കർഷകൻ കൃഷി ചെയ്ത് സമ്പാദിക്കുന്നു, ഒരു തൊഴിലാളി അധ്വാനിച്ച് സമ്പാദിക്കുന്നു, ഒരു അധ്യാപകൻ അറിവ് പങ്കുവച്ച് സമ്പാദിക്കുന്നു, ഒരു കലാകാരൻ തൻ്റെ കഴിവ് ഉപയോഗിച്ച് സമ്പാദിക്കുന്നു. ഭിക്ഷ ചോദിക്കുന്നവനും തൻ്റെ രീതിയിൽ ആളുകളുടെ കരുണയെ ആശ്രയിച്ച് എന്തെങ്കിലും സമ്പാദിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെടാറുണ്ട്. എനിക്ക് അവസരങ്ങൾ കുറവാണ്, എനിക്ക് സഹായം ലഭിക്കുന്നില്ല, എൻ്റെ സാഹചര്യം നല്ലതല്ല. പക്ഷേ ഒരു നിമിഷം ചുറ്റും നോക്കിയാൽ മനസ്സിലാകും, വളരെ പരിമിതമായ സാഹചര്യങ്ങളിലും ചിലർ എന്തെങ്കിലും കണ്ടെത്തുന്നു. ചിലർ ചെറിയ അവസരങ്ങളിൽ നിന്ന് വലിയ ജീവിതം നിർമ്മിക്കുന്നു. കാരണം അവരുടെ ശ്രദ്ധ ഇല്ലാത്ത കാര്യങ്ങളിലല്ല, ഉള്ള കാര്യങ്ങളിലാണ്. ജീവിതത്തിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ചിലർ സാഹചര്യം മാറാൻ കാത്തിരിക്കുന്നു, മറ്റു ചിലർ സാഹചര്യത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. രണ്ടാമത്തെ വിഭാഗമാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്കറിയാം, സമ്പത്ത് ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകുന്നില്ല, അത് മനോഭാവത്തിലാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു വലിയ പാഠമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ വലുപ്പമല്ല പ്രധാനപ്പെട്ടത്, അതിൽ നാം നൽകുന്ന ആത്മാർത്ഥതയാണ്. ഒരു വലിയ കമ്പനിയുടെ ഉടമയും സമ്പാദിക്കുന്നു, ഒരു ചെറിയ ചായക്കടക്കാരനും സമ്പാദിക്കുന്നു. അവരുടെ വരുമാനത്തിൽ വ്യത്യാസമുണ്ടാകും, പക്ഷേ രണ്ടുപേരും ഒരു പൊതു സത്യം പങ്കിടുന്നു. അവർ എന്തെങ്കിലും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചോദ്യത്തിലേക്ക് ക്ഷണിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തിരിക്കുകയാണോ, അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണോ? കാരണം ജീവിതം പലപ്പോഴും വലിയ അവസരങ്ങൾ നൽകുന്നില്ല, ചെറിയ അവസരങ്ങളാണ് നൽകുന്നത്. അവ ഉപയോഗിക്കുന്നവരാണ് മുന്നോട്ട് പോകുന്നത്. അവസാനം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് കനത്തിൽ കുറവായാലും പണം ഭിക്ഷയാചിക്കുന്നവനും സമ്പാദിക്കുന്നു. അപ്പോൾ കഴിവും അറിവും ആരോഗ്യവും അവസരവും ഉള്ള നമ്മൾക്ക് ജീവിതം എന്തൊക്കെ നൽകാൻ കഴിയുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചോദ്യം അവസരങ്ങൾ ഉണ്ടോ എന്നല്ല, ഉള്ള അവസരങ്ങളെ ഉപയോഗിക്കുവാൻ നാം തയ്യാറാണോ എന്നതാണ്. ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകുന്ന മറ്റൊരു ദിവസമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുന്ന ദിവസമാകട്ടെ. ഇന്നത്തെ മോർണിംഗ് മന്ത്ര ഇവിടെ അവസാനിക്കുന്നു. പുഞ്ചിരിയോടെ ഈ ദിവസം ആരംഭിക്കൂ. ശുഭദിനം. വീണ്ടും നാളെ കാണാം.